അപ്പോൾ ചേട്ടന്മാരെ ചേച്ചിമാരെ, അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതൊന്ന് കേട്ട് നോക്കിയേ, വൻ കോമഡിയാണ്, ഒരു കോമഡി സാധനം. അപ്പോൾ ഇന്നലെയായിട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിലെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്ന അത്യുജ്വലമായ ഒരു സാധനമാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ, ഒന്ന് സബ്സ്ക്രൈബ് നോക്കൂ, എൻ്റെ നല്ല നല്ല വർത്തമാനങ്ങൾ കേൾക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കെ.സി. വേണുഗോപാലിന് അനുകൂലമായി ഫ്ലെക്സ് വെച്ച CPM നേതാവ് CCTVയിൽ കുടുങ്ങി. തൃശൂർ വാടാനപ്പള്ളിയിൽ സേവ് കോൺഗ്രസിന്റെ പേരിലാണ് കെ.സിക്ക് വേണ്ടി ഫ്ലെക്സ് വെച്ചത്. വാടാനപ്പള്ളി CPM ലോക്കൽ കമ്മിറ്റി അംഗം അരവശ്ശേരി മുഹമ്മദാണ് കുടുങ്ങിയത്. ദൃശ്യങ്ങളുണ്ട്, കാണാം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പണി തുടങ്ങി മക്കളെ, പണി തുടങ്ങി, മനസ്സിലായ? ഉമ്മാർ പണി തുടങ്ങി. ഭരണം പോയ പിന്നെ ഇനിയിപ്പോൾ തമ്മിലടുപ്പിച്ച് ഭരണം എങ്ങനെ കളയാം, ഇനി വീണ്ടും എങ്ങനെ ഭരണത്തിൽ വരാം എന്നില്ല കുതന്ത്രം മെനയുകയാണവർ. മനസ്സിലായ നിങ്ങൾക്ക്? ആ വെക്കാൻ പോകുന്ന സീൻ കണ്ടോ? ആ നിങ്ങൾ സീനൊന്ന് രണ്ടാമൊന്ന് കണ്ടോ? എടാ, ആ വെച്ചിട്ടവിടെ നിൽക്കുന്ന നോക്കിയേ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണേ, തോറ്റതേ തോറ്റു, ഇനി ഭരണം എങ്ങനെയും തിരിച്ചു പിടിക്കണ്ടേ? അപ്പോൾ ഇതേ വഴിയില്ല, തമ്മിൽ കൊത്തിക്കുക, ആ ഒരു പാർട്ടിനെ ഇല്ലാണ്ടാക്കുക, വീണ്ടും ഭരണത്തിലേക്ക് വരാം. ഇനിയിപ്പോൾ മിക്കവാറും ഇങ്ങനെ നോക്കിക്കോ, പലയിടത്തും പല പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഇവരായിരിക്കും, പേര് വരുന്ന വേറെ ആളുടെ പേരിലായിരിക്കും. നോക്കിയോ നിങ്ങൾ, കേട്ടോ? മനസ്സിലായ? ഇവരെ കൊണ്ട് തോറ്റു. ഒന്നാമത് തോറ്റിരിക്കുന്നു. ആ തോറ്റെടുത്ത് തോറ്റൊന്നും ഇവർ വിശ്വസിക്കുന്നില്ല. തോറ്റെടുത്ത് വീണ്ടും ചില പ്രശ്നങ്ങളാക്കാൻ വരുന്നുണ്ട്. ഒന്നാമതേ നമ്മളെ കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രി ആരാകുമെന്ന് പറഞ്ഞുകൊണ്ടേ അങ്ങോട്ടും തർക്കമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ചെറ്റപ്പരിപാടി ഇവൻ പോയി കാണിക്കുന്നത്. നമ്മൊരു പാർട്ടിയിലില്ലേ, നമ്മൾ വിജയിക്കുന്ന പാർട്ടിയിലേ ഉണ്ടാവും, വേറെ കാര്യം. ഏതാണ് ജയിക്കുന്നത് അവൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷെ നമ്മളിത് പറയുന്നത് ഇപ്പോൾ ചെയ്തത് ചെറ്റപ്പരിപാടിയാണ് അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചെറ്റപ്പരിപാടിയല്ലേ? അതന്നെ എനിക്ക് പറയാനുള്ളത്, വെറും ചെറ്റപ്പരിപാടി. ഇത് വെറും നാറിയ കളി, നാറിയ കളി. രാഷ്ട്രീയം ഉണ്ടെങ്കിലായിക്കോട്ടെ, ഇത് വെറും നാറിയ കളിയായിപ്പോയി അന്നേ എനിക്ക് അത്ര പറയാമല്ലോ. കാരണം ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും, വലതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ ഈ രണ്ടിനെയും സ്നേഹിക്കുന്ന ഒരാളാണ്, പാർട്ടിനെയും സ്നേഹിക്കുന്ന ഒരാളാണ്, എല്ലാ പാർട്ടിനെയും സ്നേഹിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ ചെയ്യുന്ന ചെറ്റപ്പരിപാടികൾക്ക് നമ്മളാരും അനുകൂലിക്കില്ല. അതിപ്പോൾ ഏത് രാഷ്ട്രീയക്കാരനാണ് അനുകൂലിക്കില്ല, അത് സ്വാഭാവിക മനുഷ്യരാണ് അനുകൂലിക്കുക. പക്ഷേ ഈ ഒരു പരിപാടി ഇവർക്ക് പൊതുവായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇനിയിപ്പോൾ തോറ്റതേ തോറ്റു, ഇനി ഭരണം കിട്ടിയവനും ഭരണം വേണ്ട, മനസ്സിലായ? ആടെയും നമുക്കൊരു ഡോസ് ഇടാം എന്നൊരു ചിന്താഗതിയാണ് ഇവർക്ക്. ഇനിയിപ്പോൾ മിക്കവാറും വെട്ടും കൊലയിലുണ്ടാവും, പേര് വേറെ ആളെ വരും. പിന്നെ ബാക്കി ഞാൻ പറയണ്ടല്ലോ, ബാക്കിയെ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും കുരുപൊട്ടി എൻ്റെ കാര്യമേ കട്ടപ്പോകയോ. അതുകൊണ്ട് നമുക്ക് അധികം സംസാരിക്കാനില്ല. ഈ വാർത്തയിൽ തന്നെ കണ്ടിട്ട് ആ മണ്ടത്തിനെ പറ്റി വേണ്ട, CCTV ചതിച്ചു ആളാ, അതാണ് സീനാക്കിയത്. എന്ത് കൂളായിട്ടാടാ വന്ന ആ ഫ്ലെക്സ് അവിടെ വെച്ചിട്ട് പോന്ന്. എന്നിട്ടല്ലേ കണ്ടിട്ട് നിങ്ങൾ കാണുന്നുണ്ടാ കളി? നിങ്ങൾ നോക്കിയതൊന്നും ഇവരെ സമ്മതിക്കണം കേട്ടോ. തൊലിക്കെട്ടി അങ്ങേയറ്റാന്ന് ഇവർക്ക്. തോറ്റാലും ഇവർ സമ്മതിച്ചില്ല, അങ്ങേറ്റ തൊലിക്കെട്ടിയാണ്. ഇത് വൻ നാണം കെട്ട പരിപാടിയായി. നേതാക്കൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, CPM നേതാക്കളൊക്കെ ഈ പ്രചരണത്തിന്റെ ഭാഗമായി വരുന്നുണ്ട് എന്ന്. ഇപ്പോൾ വരുന്ന ഈ ദൃശ്യങ്ങൾ അത് കോൺഗ്രസിനെ കൂടുതൽ ആയുധമാക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല CPMന്റെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം. അതൊന്നും ആലോചിക്കണേ, CPMന്റെ നേതാവാട്ടാ. അതായത് ഒരു എന്താണ് പറയല്, ഒരു ജനഹൃദയങ്ങളിൽ നിൽക്കേണ്ട ഒരാൾ ഈ ഒരു ചന്തിപ്പരിപാടി ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇവരിൽ നിൽക്കുന്ന നേതാക്കന്മാരുടെ ബുദ്ധി എന്തായിരിക്കും? കാഞ്ഞ ബുദ്ധിയായിരിക്കും മക്കളെ. ഇവരെ വിശ്വസിച്ചിട്ട് ഇവരാണ് ഈ 10 കൊല്ലം നമ്മളെ ഭരിച്ചത്, മനസ്സിലായ? ഇനിയിപ്പോൾ ഇവരെ വിശ്വസിച്ചിട്ട് നമുക്ക് പുറത്ത് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ വെട്ടും കൊലകൾ തന്നെ ആയിരിക്കും, മിക്കവാറും ഹർത്താലും എല്ലാം ഉണ്ടാവും. കാരണം ഇതെങ്ങനെയെങ്കിലും ഈ പാർട്ടിയെ തകർത്തിട്ട് ഇനിയിപ്പോൾ ഏറ്റവും ഇതായിരിക്കും പരിപാടി, പെണ്ണേഴ്സായിരിക്കും. അതേ സംബന്ധിച്ചുള്ള പെണ്ണേഴ്സാക്കുന്ന പരിപാടി ഉണ്ടാവും. പെണ്ണേഴ്സാക്കാൻ സാധ്യത കൂടുതലുണ്ട്. ചിലപ്പോൾ മുമ്പ് ജില്ല മന്ത്രിനെ പെണ്ണേഴ്സാക്കിയിട്ട് ആ മന്ത്രിയുടെ സ്ഥാനം തെറിപ്പിക്കുന്നു, ഭരണകൂടം തെറിക്കുന്നു. അങ്ങനത്തെ ചട്ടപ്പരിപാടി ചെയ്യുന്ന ഒരു പാർട്ടിക്കാരെ വരും.
പൊതുവേ ഞാൻ ഈ പാർട്ടിക്കാരെ കുറ്റം പറയില്ല. പക്ഷേ ഈ ഇങ്ങനത്തെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ മോശമാണ്. രാഷ്ട്രീയത്തിലാണെങ്കിലും പൊതുവായിട്ട് ഞാൻ പറയാമല്ലോ, ഇതിപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ സ്വകാര്യമായ കാര്യങ്ങളല്ല, പൊതുവേ ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളിത് പറയുന്നത് കേട്ടോ. അല്ലാതെ ഈ പാർട്ടിയുടെ വേർപ്പോ അധ്യക്ഷവും ഇല്ലാതെ സംസാരിക്കുന്നതല്ല, മനസ്സിലാകുന്നുണ്ടോ? ഒരുപാട് നല്ല നല്ല പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട്, നല്ല നല്ല സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ചെറ്റപ്പരിപാടി നമ്മുടെ നാട്ടിൽ ചെയ്യില്ല. ഇത് ആ നാട്ടിലെ ഒരു പ്രമുഖനായ നേതാവാണ് ചെയ്തത്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഞാനും ഈ ഒരു പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണ്, അല്ലേ? അത് എന്നിട്ട് ഈ ഒരു പരിപാടി ചെയ്യണമെങ്കിൽ സഖാവെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു രാഷ്ട്രീയക്കാരനെന്നല്ലേ പറയാം. വളരെ മോശ പരിപാടി. തമ്മിലടുപ്പിച്ചിട്ട് ഒന്നും നേടാതിരിക്കുന്നത് നല്ലത്. അങ്ങനെ നേടുന്നതൊന്നും നമ്മുടെ ഉള്ളം കയ്യിൽ നിൽക്കില്ല. അത് ആ ഉള്ളം കയ്യിൽ കിട്ടിയത് എങ്ങനെയാണോ അതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. ഇനിയും 5 വർഷം ഉണ്ടല്ലോ, 5 വർഷം കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഭരണം ശരിയില്ലെങ്കിൽ വീണ്ടും നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ പറ്റില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ മത്സരിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഭരണം കിട്ടും. പക്ഷേ ഇങ്ങനത്തെ തെമ്മാടിത്തരം കാണിച്ചിട്ട് ഭരണം വാങ്ങുന്നത് വളരെ മോശം. ഇത് മാത്രമല്ല, ഇനി നിങ്ങൾ പരമാവധി ഇപ്പോൾ ഏത് രാഷ്ട്രീയക്കാരനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെ കൊന്നിട്ടില്ല പരിപാടി നിർത്തണം കേട്ടോ. ഞാനിപ്പോൾ ഒരു പൊതുവായിട്ട് പറയാം, എന്തായാലും ഞാൻ പറയാം, ഒരു 2-3 കൊലക്കേസ് എന്താ പറയുക, വെട്ടിക്കൊലസ് ഈ ഒരു 5 വർഷത്തിനുള്ളിൽ ഉണ്ടാവും, എനിക്ക് ഉറപ്പാണ് അങ്ങനത്തെ സംഭവം ഉണ്ടാവും. പക്ഷേ ഈ മനുഷ്യനെ കൊന്നിട്ടില്ല പരിപാടി ഇനി നമ്മളെ കേരളത്തിൽ വേണ്ട എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ആരോടാണെങ്കിലും അങ്ങനത്തെ ഒരു പെച്ചിട്ട പരിപാടി ചെയ്യാൻ പാടില്ല. കാരണം ഇത് അങ്ങനെ ആയിരിക്കും, അങ്ങനത്തെ ഒരു ഭരണം, അങ്ങനത്തെ രാഷ്ട്രീയം വേണ്ട നമ്മുടെ നാട്ടിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ പറഞ്ഞില്ലേ രാഷ്ട്രീയം ആയിക്കോട്ടെ, അങ്ങോട്ട് കുശുമുകൾ പറഞ്ഞ രാഷ്ട്രീയം ആയിക്കോട്ടെ, പക്ഷേ തമ്മിലടുപ്പിച്ചിട്ടും ഇങ്ങനെ കൊന്നിട്ടും കൊലവിളിച്ചിട്ടില്ല രാഷ്ട്രീയം ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർദ്ദേശിച്ചു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണിക്കാതെ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ആ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞിട്ട് വന്നേട്ടാ. അപ്പോൾ മറക്കണ്ട ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ എനിക്കെന്നെ മനസ്സിലാവില്ല, പക്ഷേ എൻ്റെ മൈൻഡിൽ തോന്നിയ കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ, സീ യു ഗൈസ്.